ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഇന്നത്തെ നമ്മുടെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അജിത്തിൻ്റെ ഫാമിലി നമ്മളെല്ലാവരും കൂടിയിട്ട് കുറച്ച് ഷോപ്പിംഗ്, ചെറിയൊരു കറക്കം, പിന്നെ ഒരു മൂവിയൊക്കെ ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാ വിശേഷങ്ങളും വഴിയെ കാണാം. ആദ്യം നമുക്ക് മൂവിക്ക് പോവാം കേട്ടോ. നമ്മൾ ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാരണം കൊണ്ട് നമുക്ക് വേഗം കയറാം. കറക്റ്റ് 12:45 ഇപ്പോൾ എത്തിയിട്ടുണ്ട്. ഇനി കയറിയിട്ട് ബാക്കി കാണാം. അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ട് കേട്ടോ. അത്യാവശ്യം ആൾക്കാരൊക്കെ ഉണ്ട്. ഇതുവരെ കൊള്ളാം. അത്യാവശ്യം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു സിനിമയാണെന്ന് തോന്നുന്നുണ്ട് കേട്ടോ. ഇതുവരെ അടിപൊളിയായിട്ടുണ്ട്. ബാക്കി ക്ലൈമാക്സ് ടെസ്റ്റൊക്കെ കാണാനായിട്ട് വെയിറ്റ്. രാംദാസ് തിയേറ്ററിലാണ് കേട്ടോ ഇത്. രാംദാസ് തിയേറ്ററിൽ ഞങ്ങൾ ഇപ്പം ഇടയ്ക്ക് വരാറുണ്ട്. കുറേ നാളായിട്ട് വന്നിട്ടുണ്ടായിരുന്നില്ല. നല്ല തിയേറ്ററാണ് കേട്ടോ. തൃശ്ശൂരുള്ളവർക്കൊക്കെ അറിയാം. ഇവിടുത്തെ സ്നാക്സൊക്കെ നല്ലതാണ്. അത്യാവശ്യം ഞങ്ങൾ സ്നാക്സൊക്കെ കഴിച്ചിട്ടിരിക്കുക. ഇതുവരെ ഫിലിം എങ്ങനെയുണ്ട് പറ. ഇതുവരെയുള്ള ഫിലിം എങ്ങനെ ഉണ്ടായിരുന്നു? ഇൻട്രസ്റ്റിംഗ് ആണോ? ആവറേജോ? ആവറേജ് ഓക്കെ. ഇപ്പോൾ എന്താ പറയുക, ഇൻട്രോയിൽ വരെ അജിത്തിന്റെ ഒപ്പീനിയൻ ഒന്നും മൈൻഡ് ചെയ്യണോ. ആവറേജ്. ഇങ്ങോട്ട് നോക്ക്. ആവറേജ്. അങ്ങനെ നമ്മുടെ മൂവി സക്സസ്ഫുള്ളി കഴിഞ്ഞിരിക്കുകയാണ് കേട്ടോ. ജീത്തു ജോസഫിൻ്റെ പടമാണ്. ഒരു വെട്ട മോഡ് പടമായിട്ടാണ് എനിക്ക് തോന്നിയത് കേട്ടോ. എനിക്കിങ്ങനെ ഹറിബറി പടം കാണാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഇറങ്ങി നല്ല തിരക്കാണ്. ബിക്കോസ് അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ ഭയങ്കര ട്രാഫിക്കാണ്. പിന്നെ നമുക്ക് ലഞ്ച് കഴിക്കാനായിട്ട് തജിനിൽ കയറിയപ്പോൾ അവിടെ ഡൈനിങ് ഒഴിവില്ല. അപ്പം നമ്മൾ നേരെ നമ്മുടെ അലങ്കാറിലോട്ട് പോകുന്നു. അലങ്കാറിൽ ഞാൻ ഓൾറെഡി കുറേ വീഡിയോസ് ഇട്ടിട്ടുണ്ട് കേട്ടോ. എൻ്റെ വീഡിയോസ് കാണുന്നവർക്ക് അറിയാം. അവിടുത്തെ ഫുഡ് അത്യാവശ്യം നല്ല ടേസ്റ്റിയാണ്. എനിക്ക് ടേസ്റ്റി ആയിട്ടാണ് ഫീൽ ചെയ്തിട്ടുള്ളത്. അപ്പം നമ്മളെന്ന് പറഞ്ഞത് അൽഫാം മന്തിയാണ് കേട്ടോ. നമുക്ക് അൽഫാം മന്തിയാണ് നോർമൽ കുഴിമന്തിനേക്കാളും ഇഷ്ടം. അപ്പോൾ അത് പറഞ്ഞു. പിന്നെ ഫ്രൈഡ് റൈസും ഗോപി മഞ്ചൂരിയൻ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഹാപ്പി ആയിട്ട് ഫുഡ് കഴിച്ചിട്ട് നെക്സ്റ്റ് പരിപാടി പ്ലാൻ ചെയ്യുമായിരുന്നു ഞങ്ങൾ അവിടെ ഇരുന്നിട്ട്. ഷോപ്പിംഗ് ആണ് കേട്ടോ നെക്സ്റ്റ്. അപ്പോൾ ഇനി നേരെ അങ്ങോട്ട് വെച്ച് പിടിക്കാം. ഞങ്ങൾ ഫുഡ് കഴിച്ചിറങ്ങി കേട്ടോ. ആസ് യൂഷ്വൽ അലങ്കാരം അടിപൊളിയാണെന്ന് ഞങ്ങൾക്കറിയാം. നല്ല ഫുഡായിരുന്നു. കഴിച്ചിറങ്ങി. ഇവിടെയാണ് വണ്ടി പാർക്ക് ചെയ്തിരിക്കുന്നത്. നമുക്കിനി കുറച്ച് ഷോപ്പിംഗ് പരിപാടികളൊക്കെ ഉണ്ട്. അവിടേക്ക് പോവുകയാണ്. മാക്സിലേക്ക് പോവാം കേട്ടോ. ആദ്യം നമ്മളിപ്പോൾ ഉള്ളത് സ്റ്റുഡിയോയിലാണ് കേട്ടോ. മാക്സിലോട്ട് നമ്മൾ പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ പ്രതീക്ഷിച്ച കളക്ഷൻ അവിടെ കണ്ടില്ല. സോ അധികം ടൈം വൈകിക്കാതെ തന്നെ നമ്മൾ വേഗം ഇറങ്ങി. അപ്പോൾ ഈസ്റ്റ് കോട്ടിലുള്ള സ്റ്റുഡിയോയിലാണ് ഇപ്പം നിൽക്കുന്നത്. അപ്പം ഞാനിങ്ങനെ ചുമ്മാ ഡ്രസ്സും അതേപോലെ സാൻഡൽസും അതൊക്കെ നോക്കി നടക്കുമായിരുന്നു. ഈ ഒരു ഡ്രസ്സ് എനിക്ക് എന്തുകൊണ്ടോ ഇഷ്ടപ്പെട്ടു. അറിയില്ല, മേ ബി മോഡൽ കാരണം കൊണ്ടാവും. അപ്പോൾ ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. ഇത് നല്ല ഭംഗിയുണ്ടല്ലേ ശരിക്കും. 999 എനിക്ക് ഇഷ്ടമായി. പക്ഷെ ഇത് കുറേ പേരുടെ ഉണ്ടായാലും എനിക്ക് വേണ്ട. യൂഷ്വലി നമ്മൾ സ്റ്റുഡിയോയിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിട്ടുള്ളൊരു സ്റ്റേജിലെത്തി നിൽക്കും. ബിക്കോസ് എല്ലാം 1000 ബിലോ ആണ്. അതാണല്ലോ അവരുടെ കോൺസെപ്റ്റ്. പോരാതെ അടിപൊളി ക്വാളിറ്റിയാണ്. പക്ഷേ ഇത്തവണ പോയപ്പോൾ എന്തുകൊണ്ടോ എനിക്ക് ഒരുപാട് കളക്ഷൻസ് ഫീൽ ചെയ്തില്ല. അതുകൊണ്ട് ആ ഒരു സ്റ്റേജിലോട്ട് ഞാൻ അത്ര എത്തിയില്ല. എങ്കിലും ട്രയൽ ചെയ്യാനായിട്ട് കുറച്ച് ഡ്രസ്സസൊക്കെ ഞാൻ എടുത്ത് കയ്യിൽ പിടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ മുകളിലോട്ടൊക്കെ ഒന്ന് പോയി. ചേച്ചി അവിടെ കിഡ്സിൻ്റെ സെക്ഷനിലൊക്കെ നോക്കുമായിരുന്നു. അപ്പോൾ അവിടെയൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അജിത്ത് ട്രയലിന് കയറിയ ടൈമിൽ ഞാൻ ജസ്റ്റ് ഒന്ന് പുറത്തിറങ്ങി വീണ്ടും ഒന്ന് കറങ്ങിയപ്പോൾ ഈ കുറച്ച് പ്രോഡക്റ്റ്സ് ഒക്കെ കണ്ടു കേട്ടോ. ലിപ് ബാമും ലിപ്സ്റ്റിക്കും പിന്നെ നെയിൽ പോളിഷൊക്കെ ഉണ്ടായിരുന്നു. നെയിൽ പോളിഷിൽ നല്ല കളേഴ്സൊക്കെ ഞാൻ കണ്ടു. അധികം നേരം നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രശ്നമാണെന്ന് തോന്നിയ കാരണം ഞാൻ വേഗം അവിടെ നിന്ന് പോകുന്നു കേട്ടോ. പിന്നെ നേരെ അവൻ ട്രയൽ ചെയ്ത് ഇറങ്ങിയപ്പോൾ അത് കാണാനായിട്ട് പോയി. അപ്പോൾ എനിക്ക് ഈ ജീൻസ് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ല പെർഫെക്റ്റ് മാച്ചിങ് ആയിരുന്നു. ആ ടീഷർട്ടും. പക്ഷെ അത് അവൻ എടുത്തില്ല ഗൈസ്. നല്ല ഭംഗിയില്ല. അതെടുക്കല്ലേ ജീൻസ്? അതെ, ഞാൻ എടുത്തരാം. നീ പൈസ കൊടുത്താൽ മതി. എടുക്കല്ലേ? ഞാൻ ബില്ലടക്കാം. ഓക്കെ, റെഡി. ട്രയൽ നോക്കാം.
അതിനോട് കൊടുത്തിട്ട് പോകാൻ വേണ്ടി കുറച്ചും കൂടി അഭിനയമായിരുന്നു പ്ലീസ്. കുറച്ചും കൂടി അൺഎക്സ്പെക്റ്റഡ്. ഒരു വട്ടം കൂടി. ടേക്ക് 2. സ്റ്റുഡിയോയില് നമ്മൾ അത്യാവശ്യം ഡ്രസ്സൊക്കെ എടുത്തു കേട്ടോ. അത് കഴിഞ്ഞിട്ട് കുറച്ചും കൂടി ഡ്രസ്സ് എടുക്കാനുണ്ട്. ഓണൊക്കെ ആയ കാരണം കുറേ പേർക്ക് കൊടുക്കാനുണ്ട്. അപ്പോൾ ഞങ്ങൾ അൺലിമിറ്റഡിലോട്ട് വന്നിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അവിടെ കയറാൻ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അന്ന് ഷോപ്പിംഗ് കഴിഞ്ഞിട്ട് വന്നപ്പോൾ നല്ല ലേറ്റ് ആയത് കാരണം കൊണ്ട് വണ്ടി പോയതാണ്. ലേറ്റ് ആയത് കാരണം കൊണ്ട് ഒരു സൈൻ ഓഫ് പറയാനായിട്ട് മറന്നു. ഇപ്പോൾ എഡിറ്റ് ചെയ്യുമ്പോഴാണ് ഞാൻ ആലോചിച്ചത്, അയ്യോ സൈൻ ഓഫ് ഇല്ലല്ലോ, അപ്പോൾ പിന്നെ ഞാൻ എങ്ങനെ നിങ്ങളായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. അപ്പോൾ അന്നത്തെ ദിവസം അടിപൊളിയായിരുന്നു. പെട്ടെന്നായിരുന്നു തീരുമാനങ്ങളൊക്കെ. ഷോപ്പിങ്ങും ഒരു മൂവി ഡേറ്റും ഒക്കെ ആയിട്ട്, ഡേറ്റ് അല്ല ലൈക്ക് ഫാമിലി ഡേറ്റ് പറയാം, അതൊക്കെ ആയിട്ട് നല്ലൊരു അടിപൊളി ദിവസമായിരുന്നു. അപ്പം നമ്മൾ നല്ല ലേറ്റായി പിന്നെ എത്താനായിട്ട്. അപ്പോൾ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളുള്ളൊരു ചെറിയ വീഡിയോ ആയിരുന്നു. നിങ്ങൾക്കത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഓണാവാറായില്ലേ, നിങ്ങൾ വേഗം പോയിട്ട് അപ്പോൾ വേഗം പോയിട്ട് ഷോപ്പിംഗ് ഒക്കെ ചെയ്യുക. അത്രയ്ക്കൊക്കെ ഉള്ളൂ. പിന്നെന്താ, അപ്പം ഇനി അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. ടിൽ ദെൻ ബൈ.